ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുക. രണ്ടുപേർ തമ്മിൽ ഒരു തർക്കം നടക്കുകയാണ്. പെട്ടെന്നൊന്ന് തൊടുമ്പോൾ മറ്റേയാൾ നിലത്ത് വീഴുന്നു. എന്നിട്ട് പെട്ടെന്ന് ഈ സ്ത്രീയും നിലത്ത് വീഴുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ വീഡിയോയിലും ഈ സ്ത്രീകൾ വഴക്കുണ്ടാക്കുന്നത് കാണാം. പെട്ടെന്ന് പരസ്പരം സ്പർശിച്ച ഉടൻ ഏതോ നിഗൂഢ ശക്തി അവരെ താഴേക്ക് വലിച്ചിടുന്നത് പോലെ ഇരുവരും നിലത്ത് വീഴുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എന്നാൽ ചൈനയിലെ ഓരോ തെരുവുകളിലും ഇന്ന് ഇത്തരത്തിൽ ആയിരക്കണക്കിന് കേസുകൾ വെളിച്ചത്ത് വരുന്നുണ്ട്. ഇതെന്താ സംഭവം? കൊറോണ പോലെ മറ്റൊരു മഹാമാരി ജനിച്ചതാണോ? ഒരു തരത്തിൽ അതേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്തവണ വൈറസ് പുറത്തു വന്നത് ചൈനയുടെ ലാബിൽ നിന്നല്ല, ചൈനയുടെ പാർലമെന്റിൽ നിന്നാണ്. ഇത്തവണ ഇതൊരു ബയോളജിക്കൽ വൈറസ് അല്ല, നിയമപരമായ വൈറസായി ചൈനീസ് സമൂഹത്തെ കാർന്നു തിന്നുകയാണ്. ഇതുമൂലം ഇന്ന് ചൈനയിൽ മനുഷ്യത്വം പൂർണ്ണമായും മരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ചർച്ച ചെയ്യും. ചൈനയിൽ സംഭവിക്കുന്ന ഈ വിപത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. എല്ലാവർക്കും ഫെമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് ചൈനീസ് ജനതയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കുന്നു എന്നതാണ് സത്യം. മറ്റൊരു വീഡിയോ നോക്കൂ. ഈ സ്ത്രീ മനഃപൂർവ്വം ആ വെളുത്ത കാറിന് മുന്നിൽ വീഴുന്നത് പോലെ അഭിനയിക്കുകയും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവം മുഴുവൻ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ചൈനയുടെ ദയനീയമായ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന അത്തരം തമാശയുള്ളതും എന്നാൽ വളരെ ദയനീയവുമായ നിരവധി വീഡിയോകൾ ചൈനയിലെ വിവിധ സ്ഥലങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ ഇത് ചെയ്യുന്നതിന് ഇവർക്ക് എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ലഭിക്കുന്നത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും, അല്ലേ? ഈ മുഴുവൻ പ്രശ്നത്തിന്റെയും മൂലകാരണം 37 വർഷം മുമ്പുണ്ടായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിചിത്രമായ ഒരു നിയമമാണ്. ചൈനീസ് സർക്കാർ അവരുടെ പുതുതായി സൃഷ്ടിച്ച ഭരണഘടനയിൽ ജർമ്മനിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു നിയമം ചേർത്തു. CPCL, അതായത് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദ സിവിൽ ലാ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭാവിയിൽ അവരുടെ രാജ്യത്തിന് ഏറ്റവും പ്രശ്നമുണ്ടാകാൻ പോകുന്ന ഒരു നിയമമാണിത് എന്ന് അവരറിഞ്ഞില്ല. കാരണം ഈ നിയമത്തിലെ ആർട്ടിക്കിൾ 119 പ്രകാരം ഒരാളെ പരിക്കേൽപ്പിച്ചാൽ ആ മുറിവേറ്റ വ്യക്തിയുടെ ചികിത്സാ സാമ്പത്തിക നഷ്ടങ്ങളുടെ പൂർണ്ണമായ നഷ്ടപരിഹാരം അയാൾ പരിക്കേറ്റയാൾക്ക് നൽകേണ്ടി വരും. ജർമ്മനിയിൽ ഈ നിയമം വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ചൈനയിൽ മാത്രം പ്രശ്നം സൃഷ്ടിക്കുന്നത്? മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്സിക്യൂഷൻ ഒട്ടും നല്ലതായിരുന്നില്ല. 2 വലിയ തെറ്റുകളാണ് അവർ വരുത്തിയത്. ചൈനയുടെ നിയമവ്യവസ്ഥയിൽ തന്നെ വലിയൊരു പിഴവുണ്ട് എന്നതാണ് ആദ്യത്തെ തെറ്റ്. അത് പിന്നീട് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇത് കാരണം എന്താണ് സംഭവിക്കുന്നത്? GPCL നടപ്പിലാക്കിയപ്പോൾ തന്നെ ചൈനയിൽ ശിക്ഷ ലഭിച്ചത് കുറ്റവാളിക്കല്ല, ഇരയ്ക്കായിരുന്നു. ചില കേസുകളുടെ ഉദാഹരണത്തിൽ നിന്ന് നമ്മളിത് മനസ്സിലാക്കുകയാണെങ്കിൽ, വ്യത്യസ്ത വാഹനങ്ങളുമായി ആവർത്തിച്ചു കൂട്ടിയിടിക്കുന്ന ഈ പയ്യൻ ഒരു ദിവസം 5 തവണയെങ്കിലും വാഹനത്തിന് മുന്നിലേക്ക് ചാടി അപകടം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇനി ഇയാളെ കൂടെ നോക്കൂ. അവരും തികച്ചും സമാനമായിട്ടാണ് ചെയ്യുന്നത്. കാറുകൾക്ക് മുന്നിൽ ചാടുന്നു. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം, ഇയാൾ വില കൂടിയ വാഹനങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് ചാടുന്നത്. അതിനാൽ അവയിൽ നിന്ന് പരമാവധി പണം നേടിയെടുക്കാൻ കഴിയും. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് ഇനി മനസ്സിലാക്കാം. ചൈനീസ് ജുഡീഷ്യറി വലിയ പിഴവ് വരുത്തിയ 2006 കുപ്രസിദ്ധമായ കേസിന് ശേഷമാണ് ഈ വഞ്ചന എന്ന രൂപം ഇവിടെ വൈറലാകാൻ തുടങ്ങിയത്. കോടതിയുടെ തീരുമാനത്തെ തുടർന്ന് പെങ്ക്യു എന്ന വ്യക്തിക്ക് ഷു ലിൻ എന്ന ചൈനീസ് സ്ത്രീയെ സ്പർശിച്ചതിന് മാത്രം 6.5 ലക്ഷം രൂപ നൽകേണ്ടി വന്നു. 2006 നവംബർ 20 സിറ്റി ബസ്സിൽ നിന്നിറങ്ങുന്നതിനിടെ ആ സ്ത്രീ കാൽവഴുതി വീഴുകയായിരുന്നു. അന്ന് അടുത്തുണ്ടായിരുന്ന പെങ്ക്യു ഇത് കണ്ട ഉടനെ തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് 2000 രൂപ ചെലവഴിച്ച് ഷൂവിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഷൂവിന് 2 കാലുകൾക്കും പൊട്ടലുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഷൂ പെങ്ക്യുവിന് നേരെ തിരിയുകയും അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും യുവിന്റെ തലയിൽ വെച്ചുകൊടുക്കുകയും ചെയ്തു. GPCLന്റെ അതേ ആർട്ടിക്കൽ പ്രകാരം അവളുടെ എല്ലാ ചികിത്സാ ചെലവുകൾക്കും യുവിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ തുടങ്ങി. ഈ കേസ് അവിടെ നാജിൻ ഡിസ്ട്രിക്ട് കോർട്ടിലെത്തിയപ്പോൾ ഈ അപകടത്തിന്റെ മുഴുവൻ ദൃക്സാക്ഷിയായ ചെൻ എർച്ചുവിനെ വിളിക്കുകയും സംഭവത്തിൽ യു പൂർണ്ണമായും നിരപരാധിയാണെന്ന് കോടതിയുടെ മുമ്പാകെ പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ യു ഷൂവിനെ സഹായിക്കുകയായിരുന്നു. എന്നാൽ കോടതി യുവിനെ ശിക്ഷിക്കുകയും അയാളിൽ നിന്നും ഷൂവിന് 6.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. കോടതിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ആർട്ടിക്കിൾ 119 ലംഘിച്ചതിനാൽ നഷ്ടപരിഹാരം നൽകണം. ഈ കേസ് വൈറലാവുകയും ഉടൻ തന്നെ ചൈനീസ് പൊതുജനങ്ങളിൽ ഭീതി പടർത്തുകയും ചെയ്തു. ഔദ്യോഗികമായി ഒരു നല്ല ജനവിഭാഗം രാജ്യത്തിന്റെ നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് ഭയപ്പെടുകയും പരിഭ്രാന്തരാവുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ ഇത് പണമുണ്ടാക്കാനുള്ള അവസരമായി കണക്കാക്കാൻ തുടങ്ങി. വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ഒരു മികച്ച മാർഗമാണിതെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. ഏതെങ്കിലും വില കൂടിയ കാറിന്റെ മുന്നിൽ വീഴുക വ്യാജ ആക്സിഡന്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ വഴക്കിൽ ആരെങ്കിലും തൊട്ടാൽ പോലും വീഴുന്നതായി നടിക്കുക. GPSL നിയമപ്രകാരം ഒറ്റയടിക്ക് ലക്ഷങ്ങൾ നഷ്ടപരിഹാരമായി കിട്ടും. ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കൂടാതെ ഇത്തരം കൂടുതൽ വിഷയങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.
ചൈനയിലെ തട്ടിപ്പ് കേസുകളുടെ ഗ്രാഫ് നോക്കിയാൽ ഓരോ വർഷവും അവിടെ തട്ടിപ്പ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണിത്. ഷൂവിന്റെ കേസിൽ ഇയാളെ സഹായിച്ചയാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും ഇതുമൂലം ചൈനയിൽ ക്രൂരതയുടെയും ശിക്ഷയില്ലായ്മയുടെയും ഒരു അന്തരീക്ഷം പെട്ടെന്ന് പടരാനും തുടങ്ങി. ആരെങ്കിലും സഹായിച്ചാൽ പോലും നാളെ അതേ ആൾ തന്നെ ഈ നിയമത്തിന് കീഴിൽ തങ്ങളെ വഞ്ചിക്കുമെന്ന് ആളുകൾക്ക് തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ നിരാലംബരും പ്രായമായവരും താഴെ വീഴുന്ന വീഡിയോകൾ ചൈനയിൽ നിന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സഹായം ആവശ്യമാണ്, എന്നാൽ എല്ലാ വാഹനങ്ങളും എല്ലാ ആളുകളും അവരെ കടന്നുപോകുന്നു. ആരും അവരെ സഹായിക്കാൻ നിർത്തുന്നില്ല. ഈ രംഗം കാണുമ്പോൾ ശരിക്കും ദയനീയമായി തോന്നുന്നു. ചൈനയിൽ മനുഷ്യത്വം തന്നെ അവസാനിച്ചതായി തോന്നും. ചൈനയുടെ രണ്ടാമത്തെ തെറ്റിലേക്ക് പോയാൽ ഈ നിയമം ജർമ്മനിയിൽ വിജയിച്ചെങ്കിലും ചൈനയിൽ ഒരു ദുരന്തമായി മാറി. ഇന്ന് ചൈനയിൽ ഈ GPSL നിയമം നടപ്പിലാക്കുന്ന രീതി ആളുകൾക്ക് മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള വഴി കൂടുതൽ എളുപ്പമാക്കി. അത്തരം ചില യഥാർത്ഥ ജീവിത കേസുകളിൽ നിന്ന് ഈ കുരുക്കിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം. 2015 ഏപ്രിലിൽ ചൈനയിലെ മാർക്കറ്റിൽ BMW കാർ അബദ്ധത്തിൽ 2 വയസ്സുകാരി ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ പരിശോധിച്ചപ്പോൾ കുട്ടിക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ കാർ റിവേഴ്സ് ചെയ്ത് കുട്ടിയുടെ മേൽ തിരികെ കാർ കയറ്റി. സമാനമായ ചിലത് മറ്റൊരു കേസിലും സംഭവിച്ചിട്ടുണ്ട്. 64-കാരിയായ ഒരു വൃദ്ധയുടെ മേൽ ഷാസിയാൻചങ് എന്നയാൾ അബദ്ധത്തിൽ കാർ കയറ്റി. എന്നാൽ യുവതിക്ക് ജീവനുണ്ടെന്ന് കണ്ടയുടനെ അയാൾ കാർ റിവേഴ്സ് ചെയ്ത് വീണ്ടും അവരുടെ തലയ്ക്ക് മുകളിലൂടെ കാർ കയറ്റി ഇറക്കി. ചൈനയിലെ എല്ലാ നഗരങ്ങളിലും ഇത്തരം കേസുകൾ വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലെ കാരണം ചൈനയുടെ നിയമവ്യവസ്ഥയിൽ ചിലപ്പോൾ അപകടത്തിനുള്ള ശിക്ഷ കൊലപാതകത്തിനുള്ള ശിക്ഷയേക്കാൾ കർശനമായി നൽകപ്പെടുന്നു എന്നതാകും. സിയവയുടെ കാര്യമെടുത്താൽ 64-കാരിയായ സ്ത്രീയുടെ മേൽ കാർ ഓടിച്ച ശേഷം ഈ കേസിൽ താൻ മാലിന്യ കൂമ്പാരമാണെന്ന് കരുതി കാർ ഓടിക്കുകയായിരുന്നു എന്നാണ് അയാൾ തെറ്റായ മൊഴി നൽകിയത്. സിയാവോ മനഃപൂർവ്വമായ നരഹത്യയിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അദ്ദേഹത്തിന് $70,000 മാത്രമാണ് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നത്. കൂടാതെ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ സിയാവോ ആ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ GPSL നിയമത്തിലെ ആർട്ടിക്കിൾ 119 പ്രകാരം ആ സ്ത്രീക്ക് ആജീവനാന്ത നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നു. അതായത് ചെലവിന്റെ കാര്യത്തിൽ കൃത്യമായ പരിധിയില്ലാത്ത അവളുടെ ജീവിതത്തിന് അയാൾ പണം നൽകേണ്ടി വരുമായിരുന്നു. പല വാർത്താ റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ചിലപ്പോൾ ഈ നഷ്ടപരിഹാരത്തിന് ചൈനയിൽ 30 കോടിയിലധികം ചെലവാകും. അതിനാൽ ചൈനയിൽ ഇത്തരം നിരവധി കേസുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നതിനാൽ ആർക്കെങ്കിലും അപകടമുണ്ടായാൽ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം കൊലപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന നിർഭാഗ്യകരമായ ധാരണ വളരുകയാണ്. അടിസ്ഥാനപരമായി അവരുടെ ഭരണഘടന ആർട്ടിക്കിൾ 178 അനുസരിച്ച് ഏത് കേസും 28 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് കേസ് അവസാനിപ്പിക്കാനുള്ള തിടുക്കത്തിൽ പെട്ടെന്ന് അന്വേഷണം നടത്തി പ്രതികളെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. ഒടുവിൽ അഴിമതിക്കാർ തെറ്റായ കാര്യത്തിൽ വിജയിക്കുന്നു. ദൃക്സാക്ഷി പറഞ്ഞത് സത്യമായിരുന്നിട്ടും ശിക്ഷിക്കപ്പെട്ടു. ആർട്ടിക്കിൾ 119 അനുസരിച്ച് ഇത്രയധികം തട്ടിപ്പുകൾ നടക്കുന്നിടത്ത് അത്തരം കേസുകളിൽ തട്ടിപ്പുകാർ കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അവർ കർശനമായി ശിക്ഷിക്കപ്പെടണം, അല്ലേ? പക്ഷെ നിർഭാഗ്യവശാൽ ചൈനയിൽ അത് സംഭവിക്കുന്നില്ല. ന്യൂയോർക്ക് ടൈംസിനോട് ഒരു വികലാംഗനായ തട്ടിപ്പുകാരൻ പറഞ്ഞത് അവൻ പലപ്പോഴും തന്റെ മുച്ചക്ര വാഹനം ട്രക്കുകൾക്ക് മുന്നിൽ കയറ്റും, പിന്നീട് അത് വ്യാജ അപകടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരിക്കൽ പോലീസ് തന്നെ പിടികൂടിയപ്പോൾ $3000 മാത്രമാണ് പിഴ ചുമത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തട്ടിപ്പ് നടത്തി വെറും 10 ദിവസത്തിനുള്ളിൽ വലിയൊരു തുക സമ്പാദിക്കുന്നതിനാൽ ഈ പിഴയെക്കുറിച്ച് താൻ കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. ചൈനയിൽ തട്ടിപ്പ് വർദ്ധിക്കുന്നതും ഇതിനാലാണ്. ചൈനയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ സവിശേഷമായ ഒരു കാര്യം കൂടി പറയാം. ഈ തട്ടിപ്പ് ചൈനയിൽ പുതിയതല്ല. ചൈനയിലെ രാജാവ് പോലും ഇത് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ചില രാജകുടുംബാംഗങ്ങൾ ഫിനാൻഷ്യലി ക്ഷയിച്ചുകൊണ്ടിരുന്നപ്പോൾ മനഃപൂർവ്വം ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലേക്ക് അസംസ്കൃത പാത്രങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ അവ തൊടുമ്പോൾ വീഴുകയും പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നീട് ആളുകളിൽ നിന്ന് അതിന് പണം പിഴയായി ശേഖരിക്കും. ഈ തട്ടിപ്പിനെ ചൈനയിൽ പെങ്ചി എന്നാണ് വിളിക്കുന്നത്. ഇത് പുതിയ തലമുറയിലെ തട്ടിപ്പുകാർ വളരെ രസകരമായി ഉപയോഗിക്കുന്നു. ഈ നിയമത്തിനും അതിന്റെ പ്രയോഗത്തിനും ചൈനീസ് സർക്കാർ ചില ശരിയായ പരിഹാരങ്ങൾ കൊണ്ടുവന്നാൽ ഈ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ കഴിയും. ചൈനയുടെ ഗവൺമെന്റ് അതിന്റെ വ്യാജ GDP ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്നത്. ചൈനയുടെ മുൻ പ്രധാനമന്ത്രിയും ചില സംസ്ഥാന ഗവർണർമാരും ചൈന ലോകത്തോട് പറയുന്ന GDP പൂർണ്ണമായും വ്യാജമാണെന്നും ചൈനയുടെ യഥാർത്ഥ GDP അതിനേക്കാൾ വളരെ കുറവാണെന്നും പരസ്യമായി തുറന്നുകാട്ടിയത് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ചൈന ഇത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു വീക്ഷണം കൂടിയാണിത്. ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് വിപത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും വേണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.